67ാമത് സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് കൊടിയേറും. വൈകുന്നേരം 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കായികമേള ഉദ്ഘാടനം ചെയ്യും. മേളയിൽ 12 വേദികളിലായി 20,000 കുട്ടികളാണ് ഇത്തവണ മാറ്റുരയ്ക്കുന്നത്. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ മത്സരങ്ങൾ ഇൻഡോർ വേദികളിലേക്ക് മാറ്റും. മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ആണ് ഇത്തവണ മേളയുടെ ബ്രാൻഡ് അംബാസിഡർ. ചലച്ചിത്ര താരം കീർത്തി സുരേഷ് മേളയുടെ ഗുഡ്വിൽ അംബാസിഡറാണ്. കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റോടെയാകും ഉദ്ഘാടന ചടങ്ങിന് തുടക്കമാവുക. തുടർന്ന് ഇന്ത്യൻ ഫുട്ബോളിന്റെ അഭിമാന താരം IM വിജയൻ മന്ത്രി V ശിവൻകുട്ടിക്കൊപ്പം ദീപശിഖ കൊളുത്തും. പ്രതിപക്ഷ നേതാവ്, മന്ത്രിമാർ, MP മാർ, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും വിളിച്ചോതുന്ന കലാപരിപാടികൾ അരങ്ങേറും. 3000-ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന സാംസ്കാരിക പരിപാടികളും ഓരോ ജില്ലയിൽ നിന്നും 300 കുട്ടികൾ പങ്കെടുക്കുന്ന വിപുലമായ മാർച്ച് പാസ്റ്റുമാണ് ഒരുക്കിയിരിക്കുന്നത്. 16ഓളം സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മേളയ്ക്കായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഒക്ടോബർ 22 മുതൽ 28 വരെ 12 വേദികളിലായി കായിക മത്സരങ്ങൾ നടക്കും. മേളയിൽ ഇൻക്ലൂസീവ് സ്പോർട്സിന്റെ ഭാഗമായി 1944 കായിക താരങ്ങളടക്കം 24,000-ലധികം താരങ്ങളാണ് പങ്കെടുക്കുന്നത്. ഗൾഫ് മേഖലയിൽ കേരള സിലബസ് പഠിക്കുന്ന 7 സ്കൂളുകളിൽ നിന്നും 35 കുട്ടികൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത്തവണ 12 പെൺകുട്ടികൾ കൂടി ഈ സംഘത്തിലുണ്ടെന്ന പ്രത്യേകതയുമുണ്ട്. പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഭക്ഷണപ്പുരയുടെ പ്രവർത്തനം. 2500-ഓളം പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സൗകര്യമുള്ള വിപുലമായ ഭക്ഷണശാലയാണ് പുത്തരിക്കണ്ടം മൈതാനത്ത് ഒരുക്കിയിരിക്കുന്നത്. ഇതടക്കം 4 പാചകപ്പുരകളും പാകം ചെയ്ത ഭക്ഷണം മറ്റ് 4 ഇടങ്ങളിൽ എത്തിച്ചു നൽകാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ പ്രതിഭകളായ കുട്ടികളെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുക, അവർക്ക് തമ്മിൽ പരിചയപ്പെടാൻ അവസരമൊരുക്കുക, ആവശ്യമായ പിന്തുണ നൽകുക എന്നതിലൂടെ മികച്ച കായിക താരങ്ങളെ വാർത്തെടുക്കുകയാണ് മേളയുടെ ലക്ഷ്യമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 2500 ഭിന്നശേഷി വിദ്യാർത്ഥികൾ കൂടി മത്സര ഇനങ്ങളിൽ പങ്കെടുക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു.